ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ചെറിയ ടിപ്സുകളാണ്, എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പച്ചമാങ്ങ പച്ചയായിട്ട് തന്നെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കുന്ന ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ആദ്യം ഒന്ന് കഴുകി എടുക്കുകയാണ് ചെയ്യണത്. അതിലുള്ള ചുണയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാ അഴുക്കും പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും, അതിൻ്റെ കറകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് തന്നെ നമ്മൾ ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും തന്നെ നനവുണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ ഒരു വലിപ്പത്തിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 രീതിയിലാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ തൊലിയോട് കൂടിയുള്ളത് ആദ്യം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് തൊലി കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ തൊലികളെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെനച്ചതായിട്ടുള്ള മാങ്ങയൊന്നും എടുക്കരുത്, നമുക്ക് പച്ചയായിട്ടുള്ള ഇത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറേയൊന്നും വേണ്ട, നമുക്ക് ഈ മാങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ ഞാനതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരി ആണെന്നുണ്ടെങ്കിലും പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ആവുന്നതാണ്. എന്നിട്ട് നമ്മുടെ മാങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇതിലേക്ക് ഇങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ അതിലുള്ള വെള്ളം മുഴുവനായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ തന്നെ നല്ലൊരു ഉണങ്ങിയ നല്ലൊരു കോട്ടൻ്റെ തുണി കൊണ്ട് തന്നെ നമ്മളിത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയിട്ട് എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. നനവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് കേടായിട്ട് പോവും. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയോട് കൂടിയുള്ളത് ഒരു കവറിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു സിബ്ലോ കവറാണ് എടുത്തിരിക്കുന്നത്. അതിലൊട്ടും തന്നെ നനവുണ്ടാവരുത്, അതുപോലെ തന്നെ എയറൊന്നും കടക്കാത്ത രീതിയിൽ നമ്മളത് മുഴുവനായിട്ട് തന്നെ അതിലിട്ടിട്ട് നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് വെക്കാം. ഇനി ഇതേപോലെ നമുക്ക് സിബ്ലോ കവർ ഇല്ലെങ്കിൽ നമുക്ക് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി. അതിലും ഇതേപോലെ ഇട്ടിട്ട് ഒട്ടും തന്നെ എയറൊന്നും കടക്കാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 2 രീതിയിലുള്ളതും ഞാൻ ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ആക്കി വെക്കണത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ നമുക്ക് താഴത്തെ തട്ടിലൊക്കെ വെച്ചാലും മതിയാവും. എന്നിട്ട് നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചക്ക എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പച്ചച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ആ ഒരു ചവണി കാര്യങ്ങളെല്ലാം ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ അതിലുള്ള കുരു ഒന്ന് മാറ്റിയെടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചതഞ്ഞു പോയതോ അങ്ങനെയുള്ളതൊന്നും തന്നെ എടുക്കരുത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം ഉണ്ട് അത്രയും തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതൊരു 2-3 രീതികളിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു വായ്വട്ടമുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കുക. ചെറിയ ബബിൾസൊക്കെ വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് പോകാനായിട്ട് പാടില്ല. നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ടൊരു 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും അതിൻ്റെ കളർ കുറച്ചൊന്ന് ചേഞ്ചായി വരാനായിട്ട് തുടങ്ങും കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ നന്നായിട്ട് തണുത്ത വെള്ളം കരുതിയിട്ടുണ്ടാവണം, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് നല്ലൊരു ഫ്രഷായിട്ട് പഴയ പോലെ തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ കളയാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് വെയിലത്തൊന്നും വെക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറേ നാൾ ഇരിക്കില്ല കേട്ടോ, കേടായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊരു ഫാനിൻ്റെ അടിയിലിട്ടിട്ടാണ് അത് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിബ്ലോ കവറിൽ ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ വേറൊരു രീതി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കണമെന്നൊന്ന്
കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ചിട്ട് ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിലുള്ളത് വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വെന്ത് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറി കിട്ടുക മാത്രമേ വേണ്ടൂ. എന്നിട്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നന്നായിട്ടൊരു ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലുള്ള ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം അതിലുള്ള ആവിയൊക്കെ ആ ഒരു വെള്ളമൊന്നും ഇല്ലാതെ ആയി കിട്ടണം നമുക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കവറിലുള്ള എയറൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിത് പച്ചയായിട്ട് തന്നെ നമ്മൾ ചൂടാക്കുകയോ അതല്ലെങ്കിൽ ആവി കയറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കവറിലാക്കി വെക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല. താഴത്തെ തട്ടിലൊക്കെ വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ, ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്കൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനിയിപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം തന്നെ ഇത് ഒരു നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മുട്ട സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 ദിവസത്തെ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ നമ്മൾ മുട്ട സൂക്ഷിച്ച് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ചെയ്യാതെ നല്ല ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ്. അപ്പോൾ മുട്ട ആദ്യം തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊരു കോട്ടൻ്റെ തുണി കൊണ്ട് നമ്മൾ ഒപ്പി മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ അരിയിലേക്ക് നമ്മുടെ മുട്ട ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നാൾ നമ്മുടെ മുട്ട കേടാവാതെ തന്നെ ഇരുന്നോളും. പണ്ടൊക്കെ ഈ ഒരു രീതി തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിരുന്ന രീതിയാണ്. ഇനി നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ സാധാരണ പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം കുറച്ച് നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല. ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മുട്ടയുടെ തോട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മുട്ട ഒട്ടും തന്നെ വൃത്തികേടാവാതെ നല്ല ഒരു രീതിയിൽ തന്നെ നമുക്ക് പൊട്ടിപ്പോവാതെ ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഒരുപാട് ടിപ്പുകൾ ഉള്ളതാണ്, എങ്കിലും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അയൺ ബോക്സിൻ്റെ ഇതേപോലെയുള്ള ഈ ഒരു വയറ് ശരിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വയറൊക്കെ മാറ്റി വീണ്ടും കാശൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ വയറൊക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇനിയും ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു വയർ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതിൽ ആ ഒരു വയർ ഇരിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തും ഇതേപോലെ നല്ലപോലെ ടൈറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനിയും ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊരു സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ വയറ് ഒന്ന് മടക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിരുന്നോളും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോൺ സ്റ്റിക്ക് പാന് നല്ല പുത്തൻ പോലെ കോട്ടിംഗ് ഒക്കെ പോയത് നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നതാണ്. അപ്പോൾ കോട്ടിംഗ് പോയ പാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മതിയാവും. ഉരച്ചെടുക്കുമ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു കറുത്ത കോട്ടിംഗ് ഒക്കെ ഇളകി വരാനായിട്ട് തുടങ്ങും. ഇനി നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സബീന പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ സബീന പൗഡർ എന്ന് പറയുന്നത്. അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഏത് ടൂത്ത് പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കോട്ടിംഗ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പാനിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതും എല്ലാം നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറ് മുഴുവനായിട്ട് തന്നെ നമുക്ക് പോയി കിട്ടും. ഇനി ഞാൻ എടുക്കുന്നത് കമ്പിച്ചകിരി വെച്ചിട്ടാണ് ഇത് ഉരച്ചെടുക്കാനായിട്ട് പോണേ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുള്ളതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്യാം. ഇനി അവിടെ ഇവിടെയായിട്ട് ഒരു 1/4 ഭാഗത്തിലേറെ തന്നെ ഇപ്പോൾ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെ കുറച്ച് ബ്ലാക്ക് കളർ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് വീണ്ടും സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ഇതേ
ഇതേപോലെ ഉരച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു കംപ്ലീറ്റ് കോട്ടിങ്ങും ഇളകി വന്നിട്ടുണ്ട്, നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലപോലെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നമ്മൾ കളയണം. അതിന് ശേഷമാണ് നമ്മളിത് വീണ്ടും നമ്മുടെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പുളിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ ഉണ്ടാക്കാതിരിക്കുക. ബാക്കിയെല്ലാം നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.